എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ തിരുമേനി രാവിലെ വന്ന് ക്ഷേത്രം തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ബായിക ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗിരിദേവൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ പതിവ് പോലെ തന്നെ ക്ഷേത്രനടയില് ആലിലയും അതിനകത്തൊരു താമരപ്പും ഉണ്ട്. അത്തേല് കണ്ണൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരുമേനിയുടെ ഗിരിദേവൻ പറഞ്ഞു, അല്ല തിരുമേനി, ബായിക തിരുമേനി കണ്ടായിരുന്നു ചോദിക്കും. കണ്ടു ഗിരിദേവ. തിരുമേനിയെ തുറന്നു നോക്കാൻ പറയാണ്. അങ്ങനെ തിരുമേനി തുറന്നു നോക്കിയപ്പോ അതിനകത്ത് നിറച്ചും പണം. ഇത്രയും പണോ? ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? അതെന്റെ ഈ ദേവകിയമ്മ തന്ന, ഞാനാണ് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ എന്ന് പറയണം. അല്ല ഇത്രയും പണം അതെന്തിനാ പോലും? ഉത്സവം നടത്താനായിട്ട്. അപ്പൊ ഉത്സവം നടത്താനായിട്ട് കാര്യങ്ങളൊക്കെ ഇന്നലെ കമ്മിറ്റിക്കാരൊക്കെ സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പണം ദേവിയമ്മ എന്റെ കൊണ്ട് തന്നതാ. ഞാനത് കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിൽ വെച്ചതാണ്. അപ്പൊ തിരുമേനി വരുമ്പോൾ തിരുമേനിയെ ഏൽപ്പിക്കാനായിട്ട് കൊണ്ടു വെച്ചാന്ന് പറയാ. തിരുമേനിക്ക് അത്ഭുതമായിരുന്നു. എന്നാലും ഇത്തരം കാര്യങ്ങള് ഉണ്ണിമോളാണെങ്കിൽ അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള ആടയാഭരണങ്ങളെല്ലാം പണിയാനുള്ള സ്വർണം കൊണ്ടു തന്നു. അതുപോലെ തന്നെ ഇതും. ഇപ്പൊ ആണ്ടെ ദേവകിയമ്മയാണെങ്കിൽ ഉത്സവം നടത്താനുള്ള കാര്യങ്ങളൊക്കെ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ലെന്ന് പറയാ. ഗിരിദേവൻ പറഞ്ഞു, ദേവകിയമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം, അവരുടെ കുടുംബത്തിന്റെ പേരിൽ നടത്തണം എന്നുള്ള. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പേരിലാണ് ദേവയമ്മ ഇത്രയും പണം തന്നിരിക്കുന്നത് പറയാണ്. പിന്നീട് തിരുമേനി പൂജ നടത്താനായിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയം ദേവയമ്മ വല്ലാത്ത സങ്കടത്തിലെ രാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ്. ഇന്ത്യ തന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു അമ്പലത്തിൽ ഉത്സവം നടത്തണം എന്നുള്ള, ഭഗവാന്റെ ഉത്സവം. പക്ഷെ അതിന് പൈസ വേണം. പൈസ എങ്ങനെ കിട്ടും? ഗിരിദേവൻ പറഞ്ഞനുസരിച്ചാ താൻ കമ്മിറ്റിക്കാർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നേ. പക്ഷെ ഇതുവരെ ആയിട്ട് അതിനുള്ള പൈസയൊന്നും ആയിട്ടില്ല. എന്ത് ചെയ്യും? എന്തേലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരാതിരിക്കില്ല. അങ്ങനെ സങ്കടപ്പെട്ടാണ് ദേവികമ്മ രാവിലെ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ജയനും രാജീവിനും അങ്ങോട്ട് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പം വിനോദ് അങ്ങോട്ട് ഇറങ്ങിച്ചിട്ട്, അല്ല എന്താ ജയേട്ടൻ രാവിലെ തന്നെ വരാതിരിക്കാൻ പറ്റില്ലോ. ഇന്നലെ അമ്മ വാക്ക് കൊടുത്തേക്കല്ലേ അവർക്ക് ഉത്സവം നടത്താന്നുള്ളേ. ഇപ്പൊ ഇനി എന്താ നിങ്ങളുടെ ഭാവി പരിപാടി എന്താന്ന് ചോദിക്കുകയാണ്. വിനോദ് പറഞ്ഞു, എനിക്കറിയില്ല അമ്മ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് രാജീവും പറഞ്ഞു, ഉത്സവം നടത്താന്ന് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ഉത്സവം നടത്തണം. ഇനിയിപ്പം അമ്മ ചിലപ്പോൾ വാക്ക് കൊടുത്തോണ്ട് ചിലപ്പോൾ അവരത്ര വിശ്വസിച്ചിട്ടുണ്ടാവില്ല, കണക്കിലെടുത്തിട്ടുണ്ടല്ല. കാരണം അമ്മയുടെ കയ്യിൽ അതിനുള്ള പണമൊന്നും ഇല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞ് ഉത്സവം നടത്താനാ തീരുമാനെങ്കിൽ അന്ന് ഉത്സവം നടക്കും പണമില്ലെങ്കിൽ ഒരു ചുറ്റുവിളക്ക് തെളിയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞേ. അതുകൊണ്ട് അത്രയും വിശ്വാസത്തിലെടുക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഇനിയിപ്പം നമ്മൾ വാക്ക് മാറ്റിയെന്ന് പറഞ്ഞാലും അവർ പ്രശ്നത്തിനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. ദേവകിയൻ പറഞ്ഞു, ഗിരിദേവൻ എനിക്ക് വാക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അത് സാധിക്കാതിരുന്നിട്ടില്ല. ഉറപ്പായിട്ടും ഗിരിദേവൻ ഉത്സവം നടത്താനുള്ള പൈസ തരും, എവിടെ നിന്നേലും എത്തിച്ചു തരും. അതാണല്ലോ ഞാൻ കമ്മിറ്റിക്കാർക്ക് വാക്ക് കൊടുത്തേ. രാജീവൻ പറഞ്ഞു, അമ്മ എന്താ പറയണേ? 1-2 ലക്ഷം രൂപയല്ല, 10 ലക്ഷം രൂപ മോള് വേണം ഉത്സവം നടത്തണമെങ്കിൽ. അത്ര എമൗണ്ട് എവിടെ നിന്നുണ്ടാക്കാനെന്ന് ഓർത്തണ്ട അമ്മ ഇരിക്കണേ. എന്നെ കൊണ്ടാണ് 5 രൂപ ഒന്നും സഹായിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ മോന്റെ ഫീസ് പോലെ അഖിൽമോന്റെ കെട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇവർ രണ്ടുപേരും അല്ലേ. ഇവര് എത്ര രൂപ തരും പറ്റും? ഇവര് കൂടിയാൽ കൂടുന്നത്ര പണം അല്ലല്ലോ വേണ്ടത്, അതിനേക്കാളും കൂടുതൽ പണം വേണ്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, അല്ല ഗിരിദേവൻ ഇന്നലെ എന്താ പറഞ്ഞേ? നേരം ഇരുണ്ട് വെളുക്കുമ്പോഴത്തേന് അതിന്റെ ഉത്തരം കിട്ടുമെന്നല്ല പറഞ്ഞത്. ദേവമ്മ ശരിയാണ്, ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോയ ഗിരിദേവനെ കാണാൻ പറ്റിയേക്കും. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോ ഉണ്ണിമോളെന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോൾ പറഞ്ഞു, വാ നമുക്ക് പോവാം. ഗിരിദേവൻ കാണുവാണെങ്കിൽ ഗിരിദേവൻ എന്തെങ്കിലും മാർഗം കണ്ടെത്താതിരിക്കില്ല എന്ന് പറയാണ്. ഈ സമയം വിനോദും എല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളും വരാം ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞിട്ട് അവരും കൂടെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ തിരുമ്പൂരിൽ നിന്ന് മനോഹരി പ്രാർത്ഥിക്കുക ദേവയമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. പിന്നീട് ക്ഷേത്രം ആല്യല്ല ആൽത്തറയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ വിനോദും അവരെല്ലാരും ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്മിറ്റിക്കാരും തിരുമേനി അങ്ങോട്ട് വരുന്നത്. തിരുമേനിയും കമ്മിറ്റിക്കാരും കൂടെ വന്നിട്ട് പറഞ്ഞു, അല്ല കമ്മിറ്റിക്കാരൻ ഒരാൾ പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ ദേവകിയമ്മ ഉത്സവം നടത്താനുള്ള പൈസ കൊണ്ടുത്തരും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാ. ഇന്നലെ അങ്ങനെ പറഞ്ഞെങ്കിലും അതൊരു വെറുമ്പാക്കായിട്ടേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. ദേവകിയമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞായിട്ടാ തോന്നിയുള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ എമൗണ്ട് കൊണ്ടു തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവകിയമ്മ ചോദിച്ചു, പണമോ? തിരുമേനി പറഞ്ഞു, അതെ, ഗിരിദേവൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പണം. ദേവകിയമ്മ കൊടുത്തു വിട്ടാന്ന് പറഞ്ഞാൽ കൊണ്ടെത്തന്നത്. ഉത്സവം നടത്താനുള്ള ഫുള്ള് പണം എമൗണ്ടും ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടും ദേവകിയമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു വാക്ക് പാലിച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ല ദേവകിയമ്മയ്ക്ക്. വിനോദും അവരെല്ലാരും കണ്ണ് നോക്കുവാണ് ജനക്ക് ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ. തിരുമേനി പറഞ്ഞു, ആ പണം കൊണ്ട് ഉത്സവം നല്ല ഗംഭീര രീതിയിൽ തന്നെ നടത്താൻ പറ്റും. ചെറിയ രീതിയിലല്ല, അത്രയ്ക്കും പണമുണ്ട്. അത്രയും പണമുണ്ട് ഉത്സവം നടത്താൻ. ബാക്കി പണം മിച്ചമുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവനും വാവരും അങ്ങോട്ട് വരുന്നത്.
ഗിരിദേവൻ വന്നിട്ട് ദേവികമ്മയോട് ചോദിച്ചു, ഇപ്പൊ ദേവികമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഉത്സവം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഉത്സവം നടത്താനുള്ള പണം ദേവികമ്മ കൊടുത്തില്ലേന്ന് ചോദിക്കുക. ദേവികമ്മ പെട്ടെന്നൊരു ഞെട്ടുണ്ടായി. ദേവികമ്മ പറഞ്ഞു, ഗിരിദേവനല്ലേ കൊടുത്തേ തിരുമേനിക്ക്, ഞാൻ കൊടുത്താന്ന് പറഞ്ഞു. അതെ, ദേവികമ്മ എൻ്റെ തന്ന പണമല്ലായിരുന്നോ? അതാ ഞാൻ തിരുമേനിയുടെ കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ദേവിയമ്മ ഒരു നിമിഷം അന്തം വിട്ട അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കമ്മിറ്റിക്കാരെല്ലാം അങ്ങോട്ട് പോകുകയാണ്. തിരുമേനി അങ്ങോട്ട് പോയി. ദേവിയമ്മയ്ക്ക് എന്ത് ചെയ്യണത്തില്ല. ദേവിയമ്മ ചോദിച്ചു, ഗിരിദേവ അതിനുള്ള പണം ഇത് എവിടെ നിന്ന് കിട്ടി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിനോദ് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഗിരിദേവ. അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞേ, നേരെ വിരുട്ടി വെളുക്കുമ്പോഴത്തേനും അതിനുള്ള ഉത്തരവാകുന്നു. ഇപ്പൊ എന്താ, ഉത്സവം നടത്താനുള്ള പണം വേണം, അതിനുള്ള പൈസ റെഡിയായില്ലേ? എന്നാലും ഇത് ആര് തന്ന പൈസ? ഇത്രയും വലിയ എമൗണ്ട്. അതോ അതിവിടെ ഒരാൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കളിച്ച് കിട്ടിയ പൈസ എന്ന് പറയാ അവർക്ക്. പെട്ടെന്നാണ് രാജീവിൽ ഒരു ഞെട്ടുണ്ടായി. കളിച്ച് കിട്ടിയ പൈസ എന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ഗുണ്ടകൾ തട്ടിയെടുത്തുകൊണ്ട് പോയി പൈസ. ഒരു പക്ഷെ ആ പൈസ ആയിരിക്കും അത്. ആ പൈസ തന്നെയായിരുന്നു അത്. ആ ഗുണ്ടകൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണത്. ബ്രഹ്മരക്ഷസ് വന്ന് അവരോട് ആ നിധി ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിവർത്തിയില്ലാന്ന് വന്നപ്പോഴത്തേനും എന്ത് ചെയ്യും, അമ്മ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മരക്ഷന് നിധി എടുത്തുകൊണ്ട് പോയി. അവസാനം ബായിക അവിടെ കിടന്നു. അങ്ങനെയാണ് ആ ബായിക ആ വയ്യാത്ത ആൾക്ക് കിട്ടുന്ന, അയാളത് കൊണ്ടുപോയി അയ്യപ്പസ്വാമിയുടെ തിരുമുന്നിൽ സമർപ്പിക്കുന്നതൊക്കെ. രാജുവിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ആന്തലുണ്ട്. അല്ല ഗിരിദേവൻ എന്താ പറയണേ, എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് പറഞ്ഞു, ചെറിയ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയണേ. രാജുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം താൻ കളിച്ച് കിട്ടിയ പൈസയാണ് ഇവിടെ ഉത്സവം നടത്താനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ദേവികമ്മനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ദേവികമ്മനെ മാല ചാർത്തിയൊക്കെ ആദരിക്കുന്നുണ്ട്. ഉത്സവം എല്ലാം നടത്താൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉത്സവം നടക്കും. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം ഉണ്ണിമോളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഉണ്ണിമോള് ഗിരിദേവൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം ഗിരിദേവൻ എന്തോ ഒരു മാന്ത്രികബുദ്ധി പ്രയോഗിച്ചു, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എനിക്കറിയാം. ഗിരിദേവൻ പറഞ്ഞു, ഞാനൊരു മാന്ത്രികവിദ്യയും പ്രയോഗിച്ചില്ല, അതൊക്കെ ഒരു നിമിത്തമാണ്. ഇങ്ങനെ ഉത്സവം നടക്കണമെന്നും ആ ദേവികമ്മയുടെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നടത്തണമെന്നും അങ്ങനെ ഉണ്ണിമോളുടെ പേരും പ്രശസ്തി ഇവിടെ എങ്ങും പരക്കണമെന്നും ഒക്കെ ഉള്ളത് അത് അയ്യപ്പസ്വാമിയുടെ ഒരു ഇതായിരിക്കണം. അയ്യപ്പസ്വാമി മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കാൻ പോണേ. ഉണ്ണിമോളുടെ ആഗ്രഹം നടന്നില്ലേന്ന് ചോദിക്കുക. എൻ്റെ ആഗ്രഹം നടന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം നടന്നു. ഇതിനൊക്കെ എങ്ങനെ ഗിരിദേവനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നോടല്ല നന്ദി പറയണ്ട, അതെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയി നന്ദി പറഞ്ഞാൽ മതി എന്ന് പറയാം. ബാബര് പറഞ്ഞാൽ ശരിയാ, അയ്യപ്പസ്വാമിയുടെ ഉണ്ണിമോൾ എപ്പോഴും പ്രാർത്ഥിക്കില്ലേ, അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയി നന്ദി പറഞ്ഞാൽ മതി എന്ന് പറയാം. ഉണ്ണിമോൾ നേരെ അയ്യപ്പ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അയ്യപ്പ ഭഗവാന്റെ അടുത്ത് പോയി നന്ദി പറയണം. പക്ഷേ ഉത്സവം നടത്താൻ വേറൊരു പ്രതിസന്ധി ഉണ്ട്. ആ കൊടുത്തേക്കുന്ന സ്വർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വർണ്ണക്കെട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പണിയണം, സ്വർണ്ണാഭരണങ്ങൾ പണിയണം. പക്ഷെ അതിന് പറ്റിയ ഒരു തട്ടാൻ വേണം, അതിന് പറ്റിയൊരു സ്വർണ്ണപ്പണിക്കാരൻ വേണം. അപ്പം ഇനിയിപ്പോൾ അയാളെ കണ്ടുപിടിക്കണം. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പിന്നീട് ഗിരിദേവൻ അതിനുള്ള മാർഗവും ഉണ്ണിമോൾക്കും ദേവയ്യമ്മയ്ക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെ പോയി വിളിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ കൈ വയ്യാത്ത ആ ചേട്ടൻ്റെ ആരെങ്കിലും ആയിരിക്കും ഇനിയിപ്പം ഇങ്ങോട്ട് വരുന്നതൊക്കെ, ഭഗവാന് വിഗ്രഹം പണിയാനായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷം വരുമ്പോൾ നാളത്തെ വിശേഷം വരുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.